അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചാൽ മതി. അതല്ലാതെ ഒരാൾ നെഗറ്റീവ് കമന്റ് ഇട്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെയല്ല. ഹായ് ക്രിയേറ്റേഴ്സ്, നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ, യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ഒരു ഓപ്ഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. പലരും യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുമ്പോൾ അവർക്ക് തോന്നാറുണ്ട് ചിലരെ ബ്ലോക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം അവരൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പല നെഗറ്റീവ് കമന്റുകൾ ഇടുന്നവരുണ്ടായിരിക്കും, അതല്ലെങ്കിൽ പല വിധത്തിൽ പാര പണിയുന്നവരുണ്ടായിരിക്കും. അപ്പൊ ചിലർക്ക് നെഗറ്റീവ് കമന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ നമ്മുടെ വീഡിയോയിൽ നിന്ന്, നമ്മുടെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിനോട് കൂടെ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. നമ്മുടെ വീഡിയോയിൽ വരുന്ന ഒരു എൻഗേജ്മെന്റ് ആണത്. അപ്പൊ നിങ്ങൾ മാക്സിമം അത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം നെഗറ്റീവ് കമന്റ് ചെയ്യുന്നവർക്കും നമ്മളെ ചാനലിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരവരുടെ സമയം കളഞ്ഞ് നമ്മുടെ ചാനലിൽ ഒരു എൻഗേജ്മെന്റ് കൊണ്ടുവരികയാണ്, ഒരു കമന്റ് ഇടുകയാണ്. അപ്പോൾ നമുക്ക് പോസിറ്റീവ് തോന്നുന്ന ഒരാൾ ഒരു പക്ഷെ പോസിറ്റീവ് കമന്റ് ഇട്ടിട്ടുണ്ടാവില്ല, അവർ കണ്ട് പോയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇയാൾ കറക്റ്റ് നമുക്ക് വീഡിയോ കണ്ട് അതിനൊരു റിപ്ലൈ ഒക്കെ തരുന്നുണ്ട്. അപ്പൊ നിങ്ങളത് പോസിറ്റീവായിട്ട് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോഴത്തെ ഒരു അൽഗോരിതത്തിൽ വ്യൂവറുടെ ഒരു എൻഗേജ്മെന്റ് വളരെ, നമ്മൾ വീഡിയോ റീച്ച് ആവാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ പലർക്കും നമ്മൾ എത്ര പേരെ ബ്ലോക്ക് ചെയ്തു എന്ന് അറിയുന്നുണ്ടായിരിക്കില്ല. ചിലർക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ല എന്നൊക്കെ പലരും പറയാറുണ്ട്. നിങ്ങളുടെ കൈ അറിയാതെ അവരെ നമ്മുടെ ചാനലിൽ നിന്ന് ബ്ലോക്ക് അല്ലെങ്കിൽ ഹൈഡ് ആക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കുക. നിലവിൽ നമ്മൾ ആരെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ അറിയാൻ കഴിയും. അപ്പോൾ ഒരു ക്രിയേറ്റർ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു വിവരം ബ്ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യേണ്ട ഒരു വിവരം ഉണ്ടായിരിക്കും, ഒരു ബാഡ് കമന്റ് ഇട്ട ഒരാൾ. ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു കമന്റ് സെലക്ട് ചെയ്ത് ഈ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഹൈഡ് ഫ്രം ചാനൽ എന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഹൈഡ് ഫ്രം ചാനൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഹൈഡ് യൂസർ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാഡ് കമന്റ് വരുമ്പോൾ ഈ രീതിയിൽ നമുക്ക് അവരെ ഹൈഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളിത് ഉപയോഗിക്കുക. അതിപ്പോൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കുറച്ച് ഐഡികൾ ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, ഹൈഡ് യൂസർ കൊടുക്കുന്നു. എപ്പോഴും യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് കമൻറ്റ് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത ശേഷം ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. ഡെസ്ക്ടോപ്പ് വേർഷനിൽ ഓപ്പൺ ചെയ്ത ശേഷം സെറ്റിങ്സ് എന്നുള്ള ഭാഗം എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കമ്മ്യൂണിറ്റി മോഡറേഷൻ എന്ന് കാണാം. അപ്പോൾ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് യൂസർ മാനേജ്മെന്റ് എന്ന് കാണാം. ഈ ഒരു യൂസർ മാനേജ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹിഡൻ യൂസേഴ്സ് എന്ന് കാണാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ ഹൈഡ് ചെയ്ത യൂസേഴ്സിനെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇനിയിപ്പോൾ നേരത്തെ ചെയ്ത പോലെ അല്ലാതെ കമന്റ് എടുത്തിട്ടല്ലാതെ ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിന്റെ പേര് അടിച്ചു കൊടുത്താൽ അങ്ങനെയും ബ്ലോക്ക് ചെയ്യാം, ഹൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ AVS യൂട്യൂബ് ടിപ്സ് എന്ന് അടിക്കുമ്പോൾ എൻ്റെ ഇത് വരുന്നുണ്ട്, പക്ഷേ സെയിം ചാനലായതുകൊണ്ട് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നു, വേറെ ഇപ്പോൾ ഒരു മല്ലു ട്രാവലർ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചാനലും അവിടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചാനലാണോ ബ്ലോക്ക് ചെയ്യേണ്ടത്, ഇതുപോലെ ഹൈഡ് ചെയ്യേണ്ടത്, അവരെ ഇതിൽ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. ജസ്റ്റ് അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എങ്ങനെ നമുക്ക് അവരെ റിമൂവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അറിയാതെ സംഭവിച്ചപ്പോൾ ഇത്രയും ആളുകളെ അറിയാതെ സംഭവിച്ചതാണെങ്കിൽ ജസ്റ്റ് എനിക്ക് ഇപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ക്ലോസ് ഇൻറ്റു ഭാഗം ഉണ്ടല്ലോ, ജസ്റ്റ് അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അവരൊക്കെ റിമൂവ് ആയി പോകുന്നതാണ്. അപ്പോൾ നമുക്കിത് റിമൂവ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു ആളുകളെ റിമൂവ് ചെയ്തിട്ട് സേവ് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം ക്ലോസ് ചെയ്തു, എന്നിട്ട് സേവ് കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അവരെ റിമൂവ് ചെയ്യാനും കഴിയും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ നമ്മുടെ ചാനലിൽ മറ്റ് വിവര അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യേണ്ടതും അൺബ്ലോക്ക് ചെയ്യേണ്ടതും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാടിക്കയറി എല്ലാവരെയും ബ്ലോക്ക് ചെയ്യാതിരിക്കുക. നെഗറ്റീവ് കമന്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചാനലിന് നല്ലതാണ്, ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അത്രയും അത്യാവശ്യമാണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു യൂട്യൂബ് ടിപ്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.